ഏത് വാഹനങ്ങൾ എടുത്തു കഴിഞ്ഞാലും അതിൽ എത്ര സ്പെക്കുള്ള എൻജിൻ ഉണ്ടെങ്കിലും എത്ര ഫീച്ചേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും അതിൻ്റെ ടയർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. കാരണം നമ്മളുടെ വാഹനത്തിന് റോഡുമായിട്ട് ഘടിപ്പിക്കുന്ന ഒരേ ഒരു ഫീച്ചർ അല്ലെങ്കിൽ ഒരേ ഒരു കാര്യം അത് ടയറാണ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ആ ടയർ നല്ല രീതിയിൽ കൊണ്ടു നടക്കണം, സമയമാകുമ്പോൾ ചേഞ്ച് ചെയ്യണം, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചില വലിയ മരണങ്ങൾ നമുക്കറിയുന്ന പോലത്തെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ ഒരു പക്ഷേ ആ ടയർ മാറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് നമുക്ക് തോന്നാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ടയർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. ആ ഒരു സമയത്ത് ഞാൻ പറയുമ്പോൾ മാർക്കറ്റിൽ ഒരുപാട് ആൾക്കാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് മിഷലിൻ എന്ന് പറയുന്ന ടയർ എന്തുകൊണ്ട് അവൈലബിൾ അല്ല എന്നുള്ളൊരു കാര്യം. ആ ഒരു കാര്യത്തിനെ കുറിച്ച് അന്വേഷിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ശരിക്കും മിഷലിന് തിരുവല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തൊരു പ്ലാന്റ് ഉണ്ട്. അവിടെ പ്രധാനമായിട്ടും ട്രക്കിൻ്റെയും ബസ്സിൻ്റെ ഒക്കെ ടയേഴ്സാണ് ഉണ്ടാക്കുന്നത്. അവിടെ അവർ എക്സ്ട്രാ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ്. ഓൾറെഡി അവിടെ 2840 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. അവിടേക്ക് 564 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടി നടത്തി കൂടുതൽ ഡെവലപ്മെൻറ്റിന് മുതിരാണ് നമ്മുടെ മിഷലിൻ എന്ന് പറയുന്ന നിർമ്മാണ കമ്പനി എന്ന് പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഇപ്പം മാർക്കറ്റിൽ ഒരു ഡിലേ വരുന്നത്. കുറേ ആൾക്കാർ അന്വേഷിക്കുന്നുണ്ട് എന്തുകൊണ്ട് മിഷലിൻ അവൈലബിൾ ആവുന്നില്ല, മിഷലിൻ ഇപ്പോൾ കിട്ടാനില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ പേടിക്കേണ്ട, മോർ സ്ട്രോങ്ങർ ആയിട്ട് മിഷലിൻ തിരിച്ചു വരുന്നുണ്ട്. ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ശരിക്കും ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പ്രൊജക്റ്റിൻ്റെ അണ്ടറിലേക്ക് കൊണ്ടുവരാനാണ് മിഷലിൻ ഉദ്ദേശിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഇന്ത്യ സ്പെസിഫിക് പ്രൊഡക്റ്റുകൾ പുറത്തിറക്കാൻ മിഷലിന് സാധിക്കും. മാത്രമല്ല സുപ്പീരിയർ പാസഞ്ചർ കാർ ടയറുകൾ പുറത്തിറക്കാനുള്ള ഒരു വലിയ പ്ലാനും മിഷലിനുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നിലാണ് മിഷലിൻ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വീണ്ടും നടത്തുക എന്ന സമയത്ത് നമുക്കറിയാം അതൊരു വലിയ എമൗണ്ട് ആണ്. അതൊരു പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന മാർക്കറ്റിന് അത്രയും വലിയതായിട്ട് കാണുന്നത് കൊണ്ടും ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുക, അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിനെ കുറച്ചുകൂടി ഹൈലൈറ്റ് ചെയ്യപ്പെടുക എന്നുള്ള ഉദ്ദേശത്തിന് പുറത്തായിരിക്കും മിഷലിൻ ചെയ്യാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മിഷലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ അറിയാമല്ലേ, വേൾഡ് ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡാണ്. ഒരുപാട് ഇയേഴ്സ് ആയിട്ട് വാഹന വിപണിയിലുണ്ട്, ഒരുപാട് ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർ ഒരു പക്ഷേ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ആ ടയർ എന്തുകൊണ്ട് കാണുന്നില്ല എന്ന് ചോദിക്കുന്നത് അതിൻ്റെ ആ ഒരു ക്വാളിറ്റിയും അതുപോലെ അത് ഉപയോഗിച്ചതിൻ്റെ സാറ്റിസ്ഫാക്ഷനും ഒക്കെ ഉള്ളതുകൊണ്ട് അത് വീണ്ടും എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നുള്ളതായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ പേടിക്കേണ്ട, മിഷലിൻ്റെ ഒരു വലിയ സ്റ്റെപ്പിലാണ് ഉള്ളത് എന്ന് പറയേണ്ടി വരും. പുതിയ പ്ലാന്റിൽ നിന്ന് 2025 തേർഡ് ഭാഗം ആകുമ്പോഴേക്കൊക്കെ ആയിരിക്കും പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആയി തുടങ്ങുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടുതൽ അവർ ഫോക്കസ് ചെയ്യണത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സുപ്പീരിയർ കാർ ടയറുകളായിരിക്കും, അതായത് കുറച്ചുകൂടി പ്രീമിയം ആയിട്ടുള്ള കാർ ടയറുകൾ. ഒരു കാര്യം കൂടി, എമിഷൻ സ്റ്റാൻഡേർഡുകളും അതുപോലെ തന്നെ കാർബൺ റിഡക്ഷനും ഒക്കെ കുറച്ചുകൂടി ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും, അതായത് കുറച്ചുകൂടി പ്രകൃതി ഇണങ്ങുന്ന സസ്റ്റൈനബിൾ ടയറുകളായിരിക്കും പുതിയ ഫെസിലിറ്റിയിൽ നിന്ന് പുറത്തേക്ക് വരിക എന്നുള്ളതും നല്ലൊരു വാർത്തയായിട്ട് എനിക്ക് തോന്നുന്നു. സസ്റ്റൈനബിലിറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഒന്ന്, കൂടുതൽ എൻവിറോൺമെന്റൽ ഫ്രണ്ട്ലി പ്രൊഡക്ട്സുകളായിരിക്കും യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടാവുക. അതേപോലെ തന്നെ 100% റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. അതുപോലെ സീറോ കാർബൺ ഫുട് പ്രിന്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും വരിക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2014 മുതൽ ചെന്നൈയിൽ ഇവരുടെ പ്ലാന്റ്, പ്രധാനമായിട്ട് ട്രക്ക് റേഡിയൽ ടയറുകളൊക്കെ നിർമ്മിക്കുന്ന ആ ഒരു പ്ലാന്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 2020 അത് ഒന്ന് എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല പൂനെയിൽ മിഷലിൻ്റെ ഒരു ഗ്ലോബൽ ഹബ്ബ് കൂടി മിഷലിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് എൻക്വയറീസ് മാർക്കറ്റിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അതായത് മിഷലിൻ എന്തുകൊണ്ട് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആവണില്ല എന്നുള്ളത്. അപ്പോൾ ഡോണ്ട് വറി, മിഷലിൻ അതിൻ്റെ എക്സ്പാൻഡിങ് സ്റ്റേജിലാണ് എന്ന് പറയാം. കൂടുതൽ ടയറുകൾ, കൂടുതൽ ക്വാളിറ്റിയുള്ള ടയറുകൾ, കൂടുതൽ എൻവിറോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടയറുകൾ വാഹന വിപണിയിലേക്ക് ഉടനെ എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. ഞാനതൊരു വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ വന്ന സമയത്ത് അതെന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് നമുക്ക് അപ്പം സംസാരിക്കാം.